ഹരേ കൃഷ്ണ. മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം തേടുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ശുഭ വ്രതാനുഷ്ഠാനമാണ് പൗഷ പുത്രാദ ഏകാദശി. സന്താനം ഇല്ലാത്തവരും സന്താന ദുരിതം അനുഭവിക്കുന്നവർക്കുമായുള്ള ഒരു ഏകാദശിയാണ് ഈ ഏകാദശി. ഈ വീഡിയോയിൽ ഏകാദശി തീയതി ആരംഭിക്കുന്നതും പാരണ സമയം, ഹരിവാസര സമയം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, ദയവായി കാണുക. വൈഷ്ണവർ ആചരിക്കുന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ പുണ്യദിനമാണ് പൗഷ പുത്രാദ ഏകാദശി. ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തന് ലക്ഷ്മി ദേവിയിൽ നിന്നും മഹാവിഷ്ണുവിൽ നിന്നും പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ജീവിതത്തിലെ വിവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസം നൽകുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ മഹത്തായ പ്രാധാന്യം കാരണം ജീവിതത്തിൽ പൂർണ്ണമായ സംതൃപ്തി അനുഭവപ്പെടുന്നു. എല്ലാ വ്രതാനുഷ്ഠാനങ്ങളിൽ വെച്ചും ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഏകാദശി വ്രതം. പഞ്ചാംഗമനുസരിച്ച് പൗഷപുത്രാദ ഏകാദശി ആരംഭിക്കുന്നത്, നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ജനുവരി 21 ഞായറാഴ്ച ആണ്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2024 ജനുവരി 20 7:26 PM ഏകാദശി തിഥി ആരംഭിക്കുന്നു. ഏകാദശി തിഥി അവസാനിക്കുന്നത് 2024 ജനുവരി 21 7:26 വൈകിട്ട് 7:26 PM ഏകാദശി തിഥി അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഹരിവാസര സമയം അവസാനിക്കുന്നത് ജനുവരി 22 1:33 AM വെളുപ്പിനെ തന്നെ ഹരിവാസര സമയം ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പാരണ സമയം എന്ന് പറയുന്നത് ജനുവരി 22 അതായത് തിങ്കളാഴ്ച നമ്മുടെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം, പ്രാണപ്രതിഷ്ഠ ദിവസം തന്നെയാണ്. അപ്പോൾ ദ്വാദശി ദിവസം, അതുകൊണ്ടാണ് അന്ന് പ്രതിഷ്ഠ നടക്കുന്നത്, ദ്വാദശി. അപ്പോൾ പാരണ സമയം രാവിലെ 7:14 മുതൽ 9:21 വരെയാണ് പാരണ സമയം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ പാരണ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് 1 മണിക്കാണ്. അപ്പോൾ വൈകിട്ട് വരെ ദ്വാദശി ഉണ്ട്. അപ്പം നമ്മളത്തേക്കും 1 മണിക്ക് പാരണ നടത്തിയാലും കുഴപ്പമില്ല. എല്ലാ ഏകാദശിയും പോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച്, മീൻസ് ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൂജാ റൂമൊക്കെ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ നിങ്ങൾ പൂജ ചെയ്യുക. അപ്പോൾ ഭഗവാന് പുഷ്പങ്ങളും പലഹാരങ്ങളും പഴങ്ങളും ഒക്കെ നിങ്ങളെക്കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു നെയ്ദീപത്തിൽ നെയ്ച്ചിരാകിൽ നിങ്ങൾക്ക് ഭഗവാന്റെ ആർത്തി എടുക്കാവുന്നതാണ്. ലക്ഷ്മി ദേവിയുടെയും ആർത്തി എടുക്കുക. ശേഷം തുളസി മാതായ്ക്കും നിങ്ങൾക്ക് തുളസി ചെടിയുടെ മുന്നിൽ നിങ്ങൾക്ക് ആർത്തി എടുക്കാം. നിങ്ങൾക്ക് 7 തവണ തുളസി പ്രദക്ഷിണം ചെയ്യാം. അതുപോലെ തന്നെ തുളസി മാതായുടെ മുന്നിൽ ഒരു നെയ്ദീപം കൊളുത്തുക. വൈകിട്ടാണെങ്കിലും കുഴപ്പമില്ല, വൈകിട്ടും കൊളുത്തുക. പിന്നെ വിഷ്ണു ടെമ്പിൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ പോവുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഭജനങ്ങളെല്ലാം, ഭഗവത്ഗീത വായിക്കാം. നിങ്ങൾക്ക് നാരായണീയം, വിഷ്ണു സഹസ്രനാമം, ഓം നമോ ഭഗവതേ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങൾ എല്ലാം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന കൂട്ട് തന്നെ ഏകാദശി നിങ്ങൾ ചെയ്യുക. അപ്പോൾ പകൽ ഉറങ്ങാതിരിക്കുക. നോൺ വെജ് തലേ ദിവസമേ നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ എല്ലാം ഒഴിവാക്കണം. നോൺ വെജ് പൂർണ്ണമായി ഒഴിവാക്കുന്നത് നമ്മുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ശേഷം വൈകിട്ടും അതുപോലെ തന്നെ നിങ്ങൾ കുളിച്ച് വൃത്തിയായി നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഭഗവാൻ ഇഷ്ടമുള്ള പാൽപ്പായസം, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ നാമജപം നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം നിങ്ങൾ നാമം ജപിക്കണം. നാമജപമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വൈകിട്ട് എന്നിട്ട് പൂജ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രവും പഴങ്ങൾ കഴിച്ചുകൊണ്ട് മാത്രവും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപവസിക്കാം. അതെല്ലാം നിങ്ങളുടെ മേലിൽ ഡിപ്പെൻഡാണ്. ഇതിനെല്ലാം പുറമെ നമുക്ക് ദേഹശുദ്ധി, മനഃശുദ്ധി, ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. അന്യരുടെ കാര്യങ്ങൾ ഇടപെടാതിരിക്കാനും, കള്ളം പറയുന്നതിനും, വഴക്കൂടെ അതിനൊന്നും പോകാതിരിക്കുക. അന്നൊന്നും നല്ല നമ്മളെപ്പോഴും ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കി നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഈ ഏകാദശിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. പൗഷ പുത്രാദി ഏകാദശി
പൗഷപുത്രത ഏകാദശി എന്ന് വിളിക്കുന്നതിന് കാരണം ഇത് ഹിന്ദു മാസമായ പൗഷം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ധനുമാസം എന്നതുകൊണ്ടാണ്. ഹിന്ദിയിൽ പുത്രത എന്നതിൻ്റെ അർത്ഥം പുത്രന്മാരെ കൊടുക്കുന്നവൻ എന്നാണ്. തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ അനുഗ്രഹമായി പ്രതീക്ഷിക്കുന്ന മിക്ക ദമ്പതികളും ഈ ഏകാദശി ആഘോഷിക്കുന്നു. വളരെ തീഷ്ണതയോടും ഭക്തിയോടും കൂടിയാണ് ഈ ദിവസം ആളുകൾ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത്. വിശേഷിച്ചും പൗഷപുത്രത ഏകാദശി മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് വളരെ ഭാഗ്യം കിട്ടുന്നതാണ്. ഏകാദശി വ്രതം എടുക്കുന്നവർ തീർച്ചയായും ഏകാദശി കഥ കേട്ടിരിക്കേണ്ടതാണ്, എങ്കിലേ പൂർണ്ണമാവൂ എന്നാണ് വിശ്വാസം. അപ്പോൾ കഥ ഞാൻ വളരെ ചുരുക്കി പറയാം. സുകേതനും പിന്നെ രാജ്ഞി ശൈവയും ഉണ്ടായിരുന്നു. അവർ ഭദ്രാവതി എന്ന രാജ്യത്തെ രാജാവിൻ്റെ രാജ്ഞിയുമായിരുന്നു. അവരുടെ രാജ്യമായ ഭദ്രാവതിയിലെ എല്ലാം അവർ സ്വന്തമാക്കി. അത് സമ്പന്നമായ ഒരു രാജ്യമായി തീർന്നു. പക്ഷെ കുട്ടികളില്ലാത്തതിനാൽ രാജാവും രാജ്ഞിയും എപ്പോഴും പരിഭ്രാന്തരും വിഷാദമുള്ളവരുമായിരുന്നു. രാജ്യത്തിന് അവകാശി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് വളരെ ചിന്തിതൻ ആയിരുന്നു. അങ്ങനെ ആ രാജാവ് ജീവൻ ഒടുക്കുന്നതിന് വേണ്ടി ചിന്തിച്ചു. പക്ഷെ അത് അധാർമികമായതിനാൽ അതിനെതിരെ തീരുമാനിച്ചു. തൻ്റെ അവസ്ഥയിൽ നിരാശ തോന്നിയപ്പോൾ രാജ്യമെല്ലാം വിട്ട് കാട്ടിലേക്ക് പോകുവാൻ അയാൾ ആഗ്രഹിച്ചു. അങ്ങനെ കാട്ടിൽ കണ്ട നിരവധി പക്ഷികളെയും മറ്റു മൃഗങ്ങളെയും രാജാവ് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം നദീതീരത്തെ ഒരു ആശ്രമത്തിനരികിൽ ഇരിക്കുവാൻ പോയി. ആശ്രമത്തിലെത്തിയ അദ്ദേഹം മുനിയോട് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. ഇങ്ങനെയൊക്കെ എനിക്ക് മക്കളില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പുത്രത ഏകാദശിയെക്കുറിച്ച് മുനി രാജാവിനോട് പറഞ്ഞത്. രാജാവ് ഇത് ഉപവസിക്കുകയും അതിൻ്റെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ഉപവസിക്കാനുള്ള കാര്യങ്ങളെല്ലാം മുനി രാജാവിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാജാവ് ഈ വ്രതമെടുക്കുകയും അതിൻ്റെ നിയമങ്ങളെല്ലാം പാലിക്കുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ തന്നെ രാജ്ഞി ഗർഭിണിയായി. അവർക്ക് ഒരു ആൺകുട്ടിയെ ജനിക്കുകയും ചെയ്തു. ഇത് പുത്രത ഏകാദശിയുടെ കഥയാണ്. ഇത് വളരെ പ്രധാനമുള്ളതാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഏകാദശി എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ 100% ഫലം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രമേ ഉള്ളൂ വീഡിയോ. ഇതാണ് പൗഷപുത്ര ഏകാദശിയുടെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ കമൻറ്റ്സ് ഇടാൻ മടിക്കണ്ട. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ.